ഇന്ന് നമുക്ക് ലേഡീസ് ബാൻഡിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ ചൈതന്യ ഉണ്ണി. ഡോക്ടർ കോസ്മെറ്റിക് മെഡിസിനിൽ വിദഗ്ധയാണ്, ഒപ്പം ഒരു കലാകാരി കൂടിയാണ്, ഒരു വലിയ കലാകാരി കൂടിയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് ഡോക്ടറെ പരിചയപ്പെടുത്താം. ഡോക്ടർ ഒരുപാട് കോസ്മെറ്റിക് രംഗത്ത് ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്നയാളാണല്ലോ, ഒപ്പം ഒരു വലിയ കലാകാരി കൂടിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമുക്കൊക്കെ അറിയാവുന്ന ശ്രീ ഒ ചന്തുമേനോന്റെ കൊച്ചുമകൾ കൂടിയാണ് ഡോക്ടർ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഡോക്ടർ ഉള്ളത്, ഇപ്പോൾ കുറച്ച് ദിവസം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഡോക്ടർ ഈ ഒരു രംഗത്തേക്ക്, ഡോക്ടർ ഇതിലേക്ക് പോയത് എങ്ങനെയാണ്? ആക്ച്വലി നാട് വിടുമ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കൊരു നല്ലൊരു മെഡിക്കൽ ഡിഗ്രി എല്ലാം എടുത്ത് നല്ലൊരു ഡോക്ടറായി അങ്ങനെയൊക്കെ ഒരു വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ചെറിയ കാര്യത്തിൽ ചെയ്യുന്ന ജോലിയിൽ നന്നായി ചെയ്യുക എന്നുള്ള സ്വപ്നം മാത്രമായിട്ടാണ് ഇവിടുന്ന് MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് പോയത്. അവിടെ എത്തിയിട്ട് ഞാൻ സൈക്യാട്രിയിൽ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ജനറൽ പ്രാക്ടീസ് കയറി, എന്നിട്ട് അവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അവിടേക്ക് പോയപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു സാഹചര്യമായിരിക്കാം, എനിക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞിന് കുറച്ച് സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടായി, എക്സിമ വളരെ സാധാരണമായി കാണുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഉപയോഗിച്ച രീതികൾ, നമ്മൾ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഗവേഷണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിലേക്കൊന്ന് ഞാൻ തിരിച്ച് നോക്കി. അപ്പം എൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ അവിടുന്ന് എണ്ണ, തേങ്ങാപ്പാൽ കൊണ്ടൊക്കെ എണ്ണയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ നാടൻ രീതികളും നമ്മുടെ നാച്ചുറൽ മെഡിസിനും കൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബേബി ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ ഒരു സെൽഫ് കെയർ, സ്കിൻ കെയർ, ഇതന്നെ ശരിക്കും ഫാസിനേറ്റഡ് ആയിരുന്നു ഞാൻ ചെറുതാകുമ്പോഴേ. അപ്പോൾ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണ രീതികൾ, ഓരോ സ്റ്റാർസ് എങ്ങനെയാണ് അവർ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പോൾ ഇതൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണിലൂടെയും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഇതിലൂടെ എത്തിയപ്പോൾ ഞാനപ്പോൾ കരുതി എൻ്റെ പേഷ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, എന്താ മുടിക്ക് എന്താ ചെയ്യണേ, സ്കിന്നിന് എന്താ ചെയ്യണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് ശരിക്കും പഠിച്ച് ഇതൊന്ന് മനസ്സിലാക്കി ഇറങ്ങാം എന്ന്. അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്. ഡോക്ടർ അത് അവിടെ തന്നെ തുടങ്ങി. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഡോക്ടർക്ക് ഒരുപാട് ക്ലിനിക്കുകളുണ്ട് അല്ലെ, അവിടെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടറെ സേവനം ഞങ്ങൾക്ക് ലഭിക്കുമോ? ഈ കേരളത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർ പറഞ്ഞ പോലെ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര മുന്നിലാണല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴാണ് ഡോക്ടറിന്റെ ഒരു സേവനം ലഭ്യമായി തുടങ്ങുക? അവിടെ ക്ലിനിക്കൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് സെറ്റിൽ ആയതിന്റെ ഒരു കാരണം എന്താണ്? നല്ല കറക്റ്റ് സമയത്താണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്രാവശ്യം എൻ്റെ വരവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് ഒന്ന് പഠിച്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവിടെ എന്ത് ചെയ്യുമ്പോഴും അത് എൻ്റെ നാട്ടിൽ കൊണ്ടുവരണം. അത് ഞാൻ ചെയ്തിട്ടുള്ള ഗവേഷണവും R&D എല്ലാം ഇവിടെ നമുക്ക് എങ്ങനെ പ്രവർത്തികമാക്കാം, അതിനെ പറ്റിയിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സ്വപ്നമാണ് എൻ്റെ നാട്ടിൽ ക്ലിനിക്സ്, എൻ്റെ നാട്ടിൽ പ്രോഡക്ട്സ് കൊണ്ടുവരിക, അവിടെ നിന്ന് ഉണ്ടാക്കിയ പ്രോഡക്ട്സ്, ഓസ്ട്രേലിയൻ മെയ്ഡ് പ്രോഡക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്. അത് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് അത് കിട്ടുമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഡോക്ടർ അവിടെ ഉണ്ട് അല്ലേ? ക്ലിനിക്ക് തുടങ്ങിയിട്ടും ഏകദേശം അത്രയും സമയമായോ? 12 വർഷമായി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും ഡോക്ടർക്കുണ്ട്. എങ്ങനെയാണ് അവിടെയുള്ളവർ ഈ കോസ്മെറ്റിക് ചികിത്സയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിനൊക്കെ നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ. ഞാനവിടെ കോസ്മെറ്റിക് ക്ലിനിക്ക് ഒരു 4 years ആയിട്ടാണുള്ളത്, 3-4 years ആയിട്ട്. അതിന് മുന്നേ മെഡിക്കൽ സെന്റേഴ്സാണ് ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ സെന്റേഴ്സ് ബാക്കി ലഷ്രിങ്കല, അതായത് കാർഡിയോളജി, റേഡിയോളജി അങ്ങനത്തെ. പക്ഷേ കോസ്മെറ്റിക് എന്ന രീതിയിൽ വളരെയധികം ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, കൂടുതൽ അതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അവരവരുടെ സ്കിന്ന് നേരെയാക്കാനും കൂടുതലായിട്ട് ഇപ്പം മേക്കപ്പ് ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്താം, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കാം, ഇതെല്ലാം അതിനെ പറ്റിയിട്ട് എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആണ്. സ്കിന്നിലിടുന്ന പ്രോഡക്ട്സിനെ പറ്റിയിട്ട് കോൺഷ്യസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ ചോദ്യം, ഇതൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു, അവരെങ്ങനെ സ്വീകരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, ഞാനൊരു വെള്ളക്കാരി അല്ലല്ലോ, ഒരു ഇന്ത്യൻ സംരംഭകയായിട്ട് അവിടെ പോയിട്ട് നമ്മളെ സ്വീകരിക്കുകയോ നമ്മുടെ ബ്രാൻഡ് അവരെങ്ങനെ എടുക്കും, അതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു ആ പണ്ടൊക്കെ ഇത് തുടങ്ങിയ സമയത്ത്. പക്ഷെ അങ്ങനെയല്ല, വളരെ അധികം ഓപ്പൺ ആയിട്ടാണ്
എനിക്ക് അനുഭവം ഉണ്ടായിരുന്നിട്ടില്ലെന്ന്. ഒരു എല്ലാവർക്കും ഒരു സ്കിന്ന് നന്നാക്കണം അല്ലെങ്കിൽ മുടി നന്നാക്കണം, അഡ്വൈസ് എടുക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ ഡോക്ടർ, ഈ വുമൻ ഓൺടർപ്രണർഷിപ്പിലും ഡോക്ടർ ഇപ്പം ഏകദേശം വിജയിച്ച് നിൽക്കുകയാണ്. ഓൺടർപ്രണർ എന്ന രീതിയിൽ അവിടെ പോയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് അതിനാവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു അതിനൊരു തുടക്കം? ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വന്നു. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി എന്നൊന്നും, സത്യം പറയണമെങ്കിൽ ഒരു വലിയ സംരംഭക ആവണം, ഇതാണ് എൻ്റെ സ്വപ്നം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒന്നും ചെയ്യുന്നതല്ല. ഞാൻ കൂടുതൽ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു വിഷൻ, ഒരു ക്രിയേറ്റിവിറ്റി അത് വെച്ചിട്ട് അതിലേക്ക് മുന്നോട്ട് പോവുക എന്നല്ലാതെ എൻ്റെ ലക്ഷ്യം ഇങ്ങനെയാണ്. ഇപ്പോൾ 16 ഔട്ട് ഓഫ് 100 യങ് ഓൺടർപ്രണറിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് അങ്ങനെ ആവും എന്നൊന്നും അറിയില്ല, വിചാരിച്ചിട്ടില്ല, അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ചെയ്തത്. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്, നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ ആത്മാർത്ഥയോടെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിച്ച് അതിലേക്ക് പ്രവർത്തിച്ച് നമ്മുടെ ഫോക്കസ് എല്ലാം പോസിറ്റീവ് എനർജിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തും. അതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ വരാം, പൈസ നഷ്ടങ്ങളുണ്ടാവാം. പക്ഷെ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു, അത് നമ്മൾ എങ്ങനെ അത് പ്രതികരിക്കണോ എന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ വിജയം. സോ അതാണ് എനിക്ക് ഏറെയും പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഒരു വരുത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വരുത്തരാണല്ലോ. അപ്പൊ ഇവിടേക്ക് ഡോക്ടർ വരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഒരു ഉറപ്പുള്ളത് ഞാനൊരു മലയാളിയാണ് എന്നുള്ളതാണ്. കേരളത്തിലേക്ക് ബിസിനസ്സായിട്ട് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മനസ്സ് എങ്ങനെയാണ്, അതൊക്കെ പഠിച്ചു കാണുമല്ലോ. മലയാളം വിപണി, കേരള വിപണിയൊക്കെ പഠിച്ചു കാണുമല്ലോ. എന്താ തോന്നുന്നത്? കോസ്മെറ്റിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ വിജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിജയവും തോൽവിയൊന്നും എനിക്ക് അറിയില്ല പറയാൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, പ്രത്യേകിച്ച് നമ്മുടെ ലാസ്റ്റ് 1-2 വർഷം നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെ പോകുമ്പോൾ സെൽഫ് കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ വ്യക്തിയും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സെൽഫ് കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ആഴ്ചയിൽ ഒരു 4 മണിക്കൂർ, ഞാൻ 4 മണിക്കൂർ ഇരുന്ന് സൗന്ദര്യ ചികിത്സ ചെയ്യാനല്ല പറയണേ, പക്ഷെ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് അത് വെറുതെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആയിരിക്കാം, യോഗയായിരിക്കാം, സൗന്ദര്യ ചികിത്സയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, 4 മണിക്കൂർ ഒരു ആഴ്ചയിൽ അവനവൻ്റെ കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അവനവൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് ലോങ് ടേം ബെനിഫിറ്റ് ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ള ലേഡീസ്, ജനങ്ങൾ, ഞാൻ ഒരിക്കലും ആൺ പെണ്ണെന്ന് പറയാൻ പറ്റില്ല, കാരണം നന്നായി ഇരിക്കുക എന്നുള്ളത്, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്, അവരുടെ അവകാശമാണ്. അപ്പം ആ ഒരു ഗോളിലേക്ക് എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അവരൊരു ഗോൾ ടു ലുക്ക് പ്രസൻറ്റബിൾ, അതിലേക്ക് എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഗവേഷണം, എൻ്റെ അവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ നോക്കുന്നില്ല, അറിയില്ല. ഡോക്ടർ, നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഹെയറും സ്കിന്നും ഒക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസിന് പ്രത്യേകിച്ച് അല്ലെ ഒരു ഘടകമാണ്. അപ്പോൾ അതിന് കുറെ ബോധവൽക്കരണം ആവശ്യമില്ല ഡോക്ടർ. ഇപ്പം നമ്മൾ തന്നെ കുറെ മലയാളികൾ കുറെ പേര് പറയും ഇതിന് വേണ്ടിയിട്ട് എത്രയും കാശൊക്കെ ചെലവാക്കേണ്ടതുണ്ടോ, സമയം ഇതിനൊക്കെ വേണ്ടി കളയേണ്ടതുണ്ടോ, അതൊക്കെയാണോ വലിയ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു ബോധവൽക്കരണം ഡോക്ടർ പറഞ്ഞ പോലെ അതിനൊരു സമയം കൊടുക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് മാറി അശ്വതി. പണ്ട് ഞാൻ ഇവിടുന്ന് പോയി ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു കേരളം, ആ ഒരു മൈൻഡ് സെറ്റും അല്ല ഇപ്പോൾ ഒരുപാട് അവൈലബിലിറ്റി ഇൻ്റർനെറ്റിൽ ഒരുപാട് എല്ലാ വിവരങ്ങളും ഇൻ്റർനെറ്റിലുണ്ട്. സെൽഫ് കെയർ എന്നുള്ളത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം എന്ന് തന്നെ ഞാൻ സ്ട്രോങ്ലി പറയണേ. അത് നോട്ട് ഓൺലി നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അവനവൻ്റെ കോൺഫിഡൻസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു മെൻ്റൽ കോൺഫിഡൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എവിടെയും പോവാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സെൽഫ് കെയർ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മൂഡും നമ്മുടെ ഒരു പൊതുവെ ഒരു ഗ്ലൂമി അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും അത് മാറും. അപ്പോൾ സെൽഫ് കെയർ എന്നുള്ളത് ഒരു പാർട്ട് ഓഫ് ലൈഫ് ആവണം എന്ന് തന്നെയാണ് ഞാൻ സ്ട്രോങ്ലി പറയണത്. അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പീപ്പിൾ ആർ റെഡി, പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ
ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് കഴിക്കുന്ന ഭക്ഷണങ്ങളിലാവാം, അത് തലയിൽ തേക്കുന്ന എണ്ണയാവാം, ഷാംപൂ ആവാം, എല്ലാവർക്കും ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ടോക്സിൻസ് ഇല്ലാതെ കെമിക്കൽസ് ഇല്ലാതെ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഡോക്ടർ. അല്ലോ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം ഉദാഹരണം പറയണം, പൊള്ളലേറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ അവരുടെ കോൺഫിഡൻസ് നഷ്ടമാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ചെയ്യാനുള്ള ആളുകളാണ് നിങ്ങളെ പോലെയുള്ളവർ. ഇപ്പോൾ മുഖം മുഴുവൻ പൊള്ളിപ്പോയ സ്ത്രീ, അവരുടെ കോൺഫിഡൻസ് കളയാതെ അവരിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവരെ പഴയ പോലെ ആക്കിയെടുക്കാമെന്നൊക്കെ ചിന്തിക്കേണ്ട ആളുകളാണല്ലോ നിങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ചികിത്സാ രീതി അതൊക്കെ കേരളത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? ഡോക്ടർ പ്രത്യേകിച്ച് വേറൊരു രാജ്യത്ത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ എങ്ങനെയുണ്ടാവും? ഇപ്പോൾ പൊള്ളലേറ്റ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും പറ്റിയിട്ടുള്ള ആളുകൾ, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ കാണുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല അവരിയ്ക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മൈൻഡിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിലാണ്. മൈൻഡ് ആൻഡ് ബോഡി അതിൻ്റെ ഒരു സിങ്കാണ് നമ്മുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. ആ സന്തോഷമാണ് ശരിക്കും സൗന്ദര്യമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് ദുഃഖിച്ചിരിക്കുമ്പോൾ, നമുക്ക് അസുഖമായിരിക്കുമ്പോൾ നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര ഒരുങ്ങിയാലും നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം ആ ഒരു മുഖത്തേക്ക് വരുന്നൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ മൈൻഡ് സെറ്റ് അതാണ് ആക്സെപ്റ്റ് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മൈൻഡ് സെറ്റ് വന്ന് അടുത്ത ചികിത്സയെ പറ്റി പ്ലാൻ ചെയ്യുമ്പോഴാണ് അതിന് തീർച്ചയായിട്ടും അതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഐ എം ഷുവർ ഇവിടെ ഇന്ത്യ ഒരിക്കലും പുറകിലല്ല ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലും. പ്ലാസ്റ്റിക് സർജറി ആണെങ്കിലും എന്തെന്നെ വിധത്തിലുള്ള കോസ്മെറ്റിക് ഇതാണെങ്കിലും ഇവിടെ ഒരിക്കലും പുറകിലല്ല. കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഇവിടെ ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം നമ്മൾ ആസ് എ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കലാകാരിയിലേക്ക് വരുമ്പോൾ ഡോക്ടർ കുറച്ചുകൂടെ നമുക്ക് പുറകിലേക്ക് വരാൻ തോന്നുന്നു. ഡോക്ടർ മെഡിസിൻ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ നാട്ടിലെവിടെയാണ്, സ്ഥലം എവിടെയാണ്, അച്ഛനമ്മ, പഠനം, അതൊക്കെ പറയാമോ? കലാപരമായിട്ടുള്ള തുടക്കം എല്ലാം ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. ജനിച്ച് വളർന്നതൊക്കെ കോഴിക്കോടാണ്. കോഴിക്കോട് അല്ലാതെ ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല. സ്കൂള് സെൻറ്റ് ജോസഫ്സ്, പ്രോവിഡൻസ്, പിന്നെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞ് അപ്പോൾ അച്ഛനും അമ്മയും, എനിക്കൊരു അനിയനുണ്ട്. കുട്ടിക്കാലത്ത് സിനിമയിലൊക്കെ അഭിനയിച്ചു. പക്ഷെ എന്നാലും ഒരുപാട് ഡാൻസിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ സിനിമയിൽ ഞാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡൊക്കെ കിട്ടി ബാലതാരമായിട്ട്. അത് കഴിഞ്ഞ് MBBS കയറുന്നതിന് മുന്നേ തന്നെ നാഷണൽ ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഡാൻസ് നാഷണൽ ഫസ്റ്റായി വന്നു. അങ്ങനെ ഒരു ജേർണി, കലാതിലകം അങ്ങനത്തെ ഉള്ള ജേർണിയിലൂടെയൊക്കെ പോയി. പിന്നെ എൻ്റെ ഒരു കോർ എന്നുള്ളത് കിടക്കുന്നത് ഒരു ഡോക്ടർ ആവുക, ആളുകളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വളരെയധികം അതിലേക്ക് ഇൻവോൾവ് ആയി. ആ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉപരിപഠനത്തിന് ഇംഗ്ലണ്ട് പോകുന്നത്. പക്ഷെ ആ അഭിനയം വിട്ട് കളഞ്ഞ എന്തുകൊണ്ടാണ്? നൃത്തത്തിൽ ഇത്രയും ഇഷ്ടമുള്ള ആള്, അഭിനയിച്ച അവാർഡ് കിട്ടിയ ആള്, പിന്നെ എങ്ങനെയാണ് സിനിമയിൽ നിന്ന് വിട്ടുപോയത്? അങ്ങനെ ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക അറിയില്ല. അന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഡോക്ടർ ആവണം. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു തീരുമാനം. മോനിഷ എന്നുള്ള എൻ്റെ ഫസ്റ്റ് കസിനായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഒക്കെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലിറ്റിൽ ഗേൾ, ഒരു ചെറിയ കുട്ടി എന്ന രീതിയിൽ ചേച്ചി നമ്മുടെ ഒരു വലിയൊരു ഹീറോ വർഷിപ്പായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ അയ്യോ എന്തൊരു ഭംഗിയാണ് ചേച്ചിനെ കാണാൻ, ചേച്ചിയുടെ മുടി എന്തൊരു ഭംഗി, അങ്ങനെ നമ്മൾ ആരാധിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പം എന്നാലും എൻ്റെ മനസ്സിൽ എനിക്കൊരു ഡോക്ടറാവണം, എനിക്ക് ആളുകളുടെ കൂടെ ഉണ്ടാവണം, എനിക്ക് ആളുകളെ സേവിക്കണം എന്നുള്ളത് എൻ്റെ മുത്തശ്ശൻ്റെ ഒരു കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് മെഡിക്കലിനോട് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അന്ന് സിനിമ വേണ്ട, എൻ്റെ ഫോക്കസ് ഞാൻ മെഡിക്കലിലേക്ക് കൊടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും ലക്ഷ്യത്തിലെത്തിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പം സിനിമ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ മാം? ഇല്ല, ഞാൻ അങ്ങനെ ആക്റ്റീവ്ലി സിനിമയൊന്നും നോക്കുന്നൊന്നുമില്ല. പക്ഷെ ജീവിതം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംരംഭക ആവും, അല്ലെങ്കിൽ ഞാനൊരു കോസ്മെറ്റിക് ലൈൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ അവിടുത്തെ ഓസ്ട്രേലിയയിലെ ടെലിവിഷൻ ചാനലിൽ കൊണ്ടുവരും. ഇതൊന്നും ഞാൻ കരുതിയിട്ടില്ല, ഞാൻ വിചാരിച്ചിട്ടില്ല. അത് സംഭവിച്ചു. നമ്മുടെ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴുള്ള രീതിയിൽ ഞാൻ ഈ ഒരു ട്രാക്കിൽ
പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണ് അതിൽ. എനിക്കൊന്ന് ഡോക്ടർ പറയുന്നത് ഡോക്ടർ ഇതൊക്കെ ആകാൻ വേണ്ടി ഒന്നും ചെയ്തില്ല, പക്ഷെ ചെയ്ത് അല്ലെങ്കിൽ നല്ലത് ചെയ്തത് കൊണ്ട് ഇതൊക്കെ കിട്ടി, അങ്ങനെയാണ് അല്ലേ? അതിൽ ആ ജേർണി അതിലേക്ക് വന്നു ചേരുകയായിരുന്നു. ഡോക്ടർ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒ ചന്തുമേനോന്റെ കൊച്ചുമകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ദുലേഖ വേദിയിലേക്ക് എത്തിയപ്പോൾ സൂര്യ ഫെസ്റ്റിവലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, അതിനെക്കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് വലിയ നന്ദിയുണ്ട്. സാറ് ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. അപ്പോൾ കാണാനും സംസാരിക്കാനൊക്കെ പറ്റി. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു, ഇന്ദുലേഖേൻ്റെ പറ്റിയിട്ടുള്ള ഇൻസ്പിറേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു, എന്തുകൊണ്ട് തിരിച്ച് ഡാൻസിലേക്ക് വന്നുവിടാം, നൃത്തത്തിലേക്ക് വന്നുവിടാം, ഒരു ഇതിനെ പറ്റിയിട്ടൊന്ന് എഴുതൂ. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യാവിഷ്കരണത്തിൻ്റെ രൂപത്തിൽ ഇന്ദുലേഖ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ, അതായത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ദുലേഖ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ഗവേഷണം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ജേർണി, സോൾ ജേർണി എന്നുള്ള വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ഇന്ദുലേഖ അവിടെ അവതരിപ്പിച്ചത്. അത് സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഗ്രാൻഡ് ഫിനാലേക്കായിരുന്നു അന്ന് അവതരിപ്പിച്ചത്. ഒരുപാട് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നാണ് അന്ന് കരുതിയത്. ഒരുപാട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോവിഡ് ബാധിച്ചു, നമുക്ക് യാത്രകൾ നിലച്ചു, പരിപാടികൾ നിന്നു. അതും ദൈവസഹായം ഉണ്ടെങ്കിൽ വീണ്ടും എനിക്കത് മലയാളികളുടെ മുന്നിൽ കൊണ്ടുവരണം, അതൊരുപാട് അതിൽ പ്രവർത്തിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. നൃത്തം ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? അല്ല, ഈ പഠിക്കുന്നവരൊക്കെ കലാകാരന്മാർ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നൃത്തം എപ്പോഴും പഠിക്കുന്നുണ്ടോ? അയ്യോ, എനിക്ക് വളരെ സന്തോഷം ഈ ചോദിച്ചാൽ. ഞാനിപ്പോൾ ഡോക്ടർ നീന പ്രസാദ് ചേച്ചിയുടെ ശിഷ്യയാണ്. അപ്പം ഇപ്പം ഞാൻ ചേച്ചീൻ്റെ അടുത്തു നിന്നാണ് ഇന്നിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്ന് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹം കിട്ടുക. പിന്നെ ഇപ്പം അത് സത്യം വേണമെങ്കിൽ കോവിഡ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അത് സാധിച്ചത്. കാരണം നമുക്ക് എന്താണോ മനസ്സിൽ ഏറ്റവും പ്രിയമായുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണോ പൂർത്തീകരിക്കാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും കിട്ടിയ ഒരു കാലഘട്ടമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് അല്ലേ, അവരവരെന്താണ് അവിടെ മറന്നു വെച്ചത്, നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഒരു ക്രിയേറ്റീവ് സൈഡ്. ഇപ്പോൾ എന്നെപ്പോലെ പല ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്നത് വൺ സൈഡ് ക്രിയേറ്റീവ് സൈഡ്, അടുത്ത സൈഡ് അക്കാഡമിക്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഉള്ള ഒരു കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടാണ് വളർന്നത്. ഇപ്പം മെഡിക്കലിൽ കയറിയെങ്കിലും ഡാൻസ് എന്നൊരു ക്രിയേറ്റിവിറ്റി എന്നും നമുക്ക് ഒരിക്കലും അത് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാണ്. അപ്പോൾ അത് വീണ്ടും നീന പ്രസാദ് ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റിയത് ഈ കോവിഡ് ടൈമിൽ ആ സൂം ക്ലാസ്സസിലൂടെയാണ്. അപ്പോൾ തുടരും എൻ്റെ മോഹിനിയാട്ടം പഠനം എന്നാണ് ഞാൻ. ഈ വേദികൾ അവിടെ കളിച്ചിട്ടുണ്ടോ? പുറത്ത് അവിടെ ഒരുപാട് ഇങ്ങനത്തെ അറിയോ? ഡോക്ടർ അവിടെ താന്യ എന്നാണ് ഡോക്ടർ പേര്. ഡോക്ടർ താന്യ. അത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഡോക്ടർ താന്യ എന്ന് പറയുന്ന ഡോക്ടർ ചൈതന്യ ഉണ്ണി എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് വിളിക്കണം? അപ്പം മലയാളികൾക്ക് ചൈതന്യ എന്ന് വിളിക്കാം. എനിക്കിഷ്ടം ചൈതന്യ എന്ന് വിളിക്കാം. ഞാൻ അവിടെ ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ പറയും, ഞാൻ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ എൻ്റെ പേരിൻ്റെ പല ക്യാരക്ടേഴ്സും വീണുപോയി, ചൈതന്യയിൽ നിന്ന് ടാനിയായി. പക്ഷെ ഞാൻ നേടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊരു ബിസിനസ്സുകാരിയോ സംരംഭകയോ അങ്ങനെ ജനിച്ചു വളർന്ന ഒരാളൊന്നല്ല. പക്ഷെ അത് പല അനുഭവങ്ങളും എനിക്ക് കിട്ടി. അതൊക്കെ ഒരു ഭാഗ്യം തന്നെ. അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് ചൈതന്യായിട്ടാണ് അറിയപ്പെടാൻ, നാട്ടിൽ അറിയപ്പെടാൻ താല്പര്യം. ശരി ഡോക്ടർ, പാട്ടുണ്ടോ? നൃത്തമുണ്ടോ? പാട്ട് കയ്യിലുണ്ടോ? കുറച്ചുണ്ടാവില്ല ഞങ്ങൾക്ക് വേണ്ടി ഒരു സംഗതികളും കുറച്ചുണ്ട്. അപ്പൊ ആ ഒരു കുറച്ച് പാടി ഒരു പാട്ട് അത് മാത്രം പറയരുത്. ശരി, അപ്പൊ എന്തായാലും അതെ, വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും ഡോക്ടറെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. കേരളത്തിലേക്ക് ഹാർദമായ സ്വാഗതം വീണ്ടും. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇനിയും കാണാൻ കഴിയട്ടെ, ഒരുപാട് വേദികൾ താങ്കൾക്ക് കിട്ടട്ടെ. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഇവിടെയൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റട്ടെ. താങ്ക് യു ഡോക്ടർ.